പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഈ മുന്തിരിച്ചെടിയോട് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമേ ധാരാളം ഫലം സമ്മാനിക്കൂവെന്ന്. ഈ ദുഃഖവെള്ളി അനുഭവവേദ്യമാകണമെങ്കിൽ ഫലം സമ്മാനിക്കുന്ന വൃക്ഷങ്ങളായിട്ട് നമ്മളൊക്കെ മാറണം. എങ്ങനെയാ ഫലം സമ്മാനിക്കാനായിട്ട് സാധിക്കുക? എനിക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് ഞാൻ തോറ്റുപോകാതിരിക്കാനായിട്ട് എനിക്ക് വേണ്ടി തോറ്റു തന്ന ആ ദൈവത്തോട് എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ വെച്ചുകെട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് ധാരാളം ഫലം സമ്മാനിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എങ്കിൽ ഈ ദുഃഖവെള്ളിയാഴ്ച രണ്ട് കാര്യങ്ങൾ നമ്മുടെ വിചിന്തനത്തിന് വിഷയമാക്കണം. ഒന്ന്, ദൈവം എന്തുമാത്രമാണ് നമ്മളെ സ്നേഹിക്കുന്നത്. എണ്ണിയ ഒടുങ്ങാത്ത വിധത്തിൽ അത്രമാത്രം ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ വ്യക്തിപരമായിട്ട് ഉത്തരം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ അവിടെയാണ് ചില മാറ്റങ്ങൾ ഉണ്ടാകുക. ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം സമ്മാനിക്കുന്ന നല്ല വൃക്ഷങ്ങളായിട്ട് നമ്മൾ മാറ്റപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഈ ദുഃഖവെള്ളിയാഴ്ച ജീവിതത്തിലെ പുണ്യം പോക്കുന്ന ഏറ്റവും അനുഗ്രഹപ്രദമായ ദിനങ്ങളിൽ ഒന്നാകട്ടെ. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ ദൈവത്തെ തിരിച്ചറിയാനായിട്ട്, ആ ദൈവത്തിനെതിരെ ഞാൻ പിന്തിരിഞ്ഞ് നടന്ന നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ആ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കാനായിട്ടുള്ള ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു നല്ല ദിനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു മഴയും ഒരിക്കലും തീരാതിരുന്നിട്ടില്ല. എല്ലാ മഴയും തീർന്നിട്ടുണ്ട്. അനുഗ്രഹങ്ങളാൽ നമ്മളൊക്കെ സമ്പന്നരായിട്ടുണ്ട്. ഉത്ഥിതനായിട്ടുള്ള ഈശോ 3 ദിവസങ്ങൾക്ക് അപ്പുറം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിതത്തിലെ സഹനങ്ങളെ, സങ്കടങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് ഉത്ഥിതനായ ഈശോ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.